വലൈക്കും വറഹമത്തുള്ള. ഉസ്താദിൻ്റെ മകൻ പാമ്പ് ചുറ്റീന്ന് തമ്പ്ലീനെ കണ്ടപ്പോൾ എങ്ങനെ ചുറ്റി, എന്ത് സംഭവിച്ചു, ഒരു കൗതുകം എല്ലാവർക്കും ഉള്ളതാണ്. ഉസ്താദിൻ്റെ മകന് പാമ്പ് ചുറ്റിന്ന് മാത്രമല്ല, ആ ഒരു സാഹചര്യമാണ് വളരെ അത്ഭുതപ്പെടുത്തിയത് തന്നെ. ഉസ്താദിൻ്റെ മകൻ ഹാഷിമിൻ പാമ്പ് ചുറ്റുന്നു. ഇത് കണ്ടപ്പോൾ ആരും പേടിച്ചു പോവല്ലോ. പാമ്പിനെ കണ്ടാൽ ആരാ പേടിക്കാത്തത്? അങ്ങനെ പേടിച്ച് വീട്ടുകാരൊക്കെ തട്ടാസിച്ചിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നു. ഇത് കേട്ട് അയൽവാസികളെല്ലാം ഓടി വരുന്നു. അയൽവാസികൾ ഓടി വന്നു ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. പാമ്പിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് നാട്ടുകാരെല്ലാം വല്ലാത്ത പരിഭ്രാന്തയോടുകൂടി നിൽക്കുകയാണ്. പാമ്പിൻ്റെ കടിയേറ്റാൽ പിന്നെ മരണം ഉറപ്പാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കട്ടെ. എത്ര ആളുകളാണ് ഒരുപാട് പാമ്പ് കടിച്ചു എന്നുള്ള അല്ലേ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇത്രയെല്ലാം ഇവിടെ ബഹളമുണ്ടാകുന്നു, അയൽവാസികൾ ഓടി വരുന്നു, കുടുംബക്കാർക്ക് തട്ടാസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദാണെങ്കിലോ നിസ്കാരത്തിലാണ്. ആരാ അത് ഉസ്താദ്? അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ആ ഉസ്താദിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് രേഖപ്പെടുത്തിയോ? ഉസ്താദ് പറഞ്ഞതിൻ്റെ ശേഷം ഉസ്താദിൻ്റെ പേര് പറയരുത്, ഇപ്പം തന്നെ പറയാം അറിയുന്നവർ. ഉസ്താദ് പറഞ്ഞതിൻ്റെ ശേഷം പറയുകയാണെങ്കിൽ മുമ്പ് അറിയാമെന്നും പറയാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഉസ്താദിൻ്റെ കൂടെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഉസ്താദ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ മകൻ ഹാഷിം മച്ചിയിൽ നിന്ന് പാമ്പ് വീഴുന്നു. എന്നിട്ടോ മഹാനവരുകളുടെ മകനെ അത് പാമ്പ് ചുറ്റുന്നു. ഫസ്വർഹത്തുൻ നിസാ സ്ത്രീകളിങ്ങനെ നിലവിളിക്കുന്നുണ്ടോ. അൻഹജൽ അഹ്ലുൽ മൻസിൽ വീട്ടുകാരെല്ലാം ഇങ്ങനെ പരിഭ്രാന്തരായി നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാം ഓടി വന്നു. ഫഖത്തുൽ ഹയ്യത അവർ പാമ്പിനെ കൊന്നു. വസലിമൽ വലതു കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒന്നും അറിയുന്നില്ല. കാരണം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഫിസ്വലാത്തി നിസ്കാരത്തിലാണ്. ലം യൽതഫിത്ത് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. നോക്കൂ, എന്തോ ഒരു ഖുശൂആണ് നിസ്കാരത്തിൽ, എന്തോ ഒരു ഭയഭക്തിയാണ്. നാമനമസ്കാരത്തിൽ ഇങ്ങനെ കൈകെട്ടിയിരിക്കുമ്പോഴേക്ക് പാമ്പ് വരണ്ട, ഒരു കൊതുക് നമ്മുടെ മുമ്പിലൂടെ ഓടിയാൽ മതി അല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു യാഫി, അതുപോലെ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിലേക്ക് കടന്നല്ല് പലതവണ ആവർത്തിച്ച് ഇങ്ങനെ കടിക്കുന്നുണ്ട്. മഹാനവർ അത് അറിയുന്നു പോലുമില്ല. നിസ്കാരത്തിലാണ് 17 തവണമാണ് അത് കടിച്ചത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് നിസ്കാരം വിടാമായിരുന്നില്ലേ? കാരണം അത്രത്തോളം വേദന അനുഭവിച്ചു. എന്നിട്ടും ആ വേദന ഒന്നും അറിഞ്ഞില്ലല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു യാഫി റളിയല്ലാഹു അൻഹു ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ റൗദുൽ റിയാദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഒരു സ്വാലിഹായ ഒരു അടിമയെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ പുഴുക്കുത്തുണ്ടായി. അങ്ങനെ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കാല് മുറിച്ചെടുക്കണമെന്നാണ്. ഇപ്പോഴത്തെ പോലത്തെ ഈ ബോധം കെടുത്തിയിട്ടുള്ള മുറിച്ചെടുക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെ മുറിച്ചെടുക്കും? കാല് മുറിച്ചെടുക്കണമെങ്കിൽ നല്ല വേദന ഉണ്ടാവും. അപ്പം എങ്ങനെ മുറിച്ചെടുക്കും? ഉമ്മ പറഞ്ഞു ആരും മുറിക്കരുത്, കാരണം അത് വല്ലാത്ത വേദന ഉണ്ടാവും, എൻ്റെ മകനക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട യാഫി പറയുകയാണ്, തൻ്റെ കിതാബിൽ റൗദുർ റിയാദ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഉമ്മ പറയുകയാണ്, മകൻ നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ നിങ്ങൾ കാല് മുറിച്ചെടുത്താൽ
വളരെ നല്ലതാണ്. കാരണം നിസ്കാരത്തിൽ എൻ്റെ മകൻ പ്രവേശിച്ചാൽ പിന്നെ ഈ ലോകത്ത് നടക്കുന്ന ഒന്നും എൻ്റെ മകൻ അറിയില്ല. എൻ്റെ മകനെ കാളല്ല കഴുത്ത് മുറിച്ചെടുത്താൽ പോലും എൻ്റെ മകൻ അറിയില്ല. അത്രയും നിഷ്കളങ്കതയോട് കൂടിയാണ് എൻ്റെ മകൻ്റെ നിസ്കാരം. അങ്ങനെ ബഹുമാനപ്പെട്ടവൻ നിസ്കാരത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് കാള് മുറിച്ചെടുക്കുന്നത്. മഹാനവർ അത് അറിഞ്ഞതുപോലും ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് അത്ഭുതമാണ് നിസ്കാരത്തിൽ ഭയഭക്തി അല്ലേ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആരാണ് വിജയികൾ? ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് വിജയികൾ എന്ന്. നിസ്കാരത്തിൽ ഖുശൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നമസ്കാരങ്ങളുടെ അവസ്ഥകൾ, പിന്നെ പരിശുദ്ധ റമദാനിൽ തറാവിയുടെ അവസ്ഥയൊക്കെ പറയേണ്ടതില്ല. നിസ്കാരത്തിന് 14 ഫർളുണ്ട്. ആ ഫർളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 9ാമത്തെ ഫർളാണ് അത്തുമാനീനത്ത്. തുമാനീനത്ത് എന്ന് പറഞ്ഞാൽ അടങ്ങി താമസിക്കുക എന്നുള്ളതാണ്. കള്ളന്മാരുടെ കൂട്ടത്തിന് ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത്, അതായത് നിസ്കാരത്തിൽ റുക്കൂ സുജൂദിൻ്റെ സമയം കക്കുന്ന പെട്ടെന്ന് നിസ്കരിക്കുന്നില്ലേ, അവരാണ്. നിസ്കാരം കൃത്യമായി പരിപൂർണമായി നിർവഹിക്കാതെ അടങ്ങി താമസിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഫർളാണ്. നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നാമൊക്കെ ശ്രദ്ധിക്കണം. നാം തന്നെ നിസ്കരിക്കുമ്പോൾ തുമാനിനത്ത് നിന്ന് ഫർളില്ല. റുക്കൂന് പോകുന്നു, സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നു പോലുമില്ലാതെ നേരെ സുജൂദിന് പോകുന്ന ഒരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങി, സുജൂദിൻ റുക്കൂ ഒക്കെ ഫർളാണെങ്കിൽ അതിലേക്ക് അടങ്ങി താമസിക്കലും ഫർളാണ്. ഒരു 3 പ്രാവശ്യം സുബ്ഹാൻ റബ്ബിൽ അലീം ബിഹംദി, സുബ്ഹാൻ റബ്ബിൽ അലാ ബിഹംദി ഇതൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ അത് പറയാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു അല്പമെങ്കിൽ തുമാനീനത്ത് എല്ലാ ഫറദുകൾക്കിടയിൽ അത് ഉണ്ടാവൽ അത് നിർബന്ധമാണ്. ഫറദിൽ അത് നഷ്ടപ്പെട്ടാൽ അവന് നിസ്കാരം പോയി എന്നാണ്. മഹാനവറുകൾ അങ്ങനെയൊക്കെയല്ല. അവർക്ക് സുജൂദിൽ കടന്നാൽ അല്ലേ പക്ഷികൾ വന്ന് അവരുടെ ലഹറിൽ മുതുകിൽ ഇരിക്കുമായിരുന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് മുതുകിൽ വന്ന് കുരുവികൾ പക്ഷികൾ ഇരിക്കണമെങ്കിൽ പക്ഷികൾ എന്ത് വിചാരിച്ചിരിക്കും? ഇതൊരു മരകഷ്ടമാണ് എന്ന് വിചാരിക്കും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പക്ഷികൾ വന്നിരിക്കല്ല ഒരിക്കലും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പക്ഷികൾ ഇരിക്കണമെങ്കിൽ സുജൂദ് തവീലുൻ, നീണ്ട സുജൂദായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. പക്ഷികൾ വന്നു പോലും ഇരിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്കാരവും മഹാന്മാരുടെ നിസ്കാരം നോക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ അള്ളാഹു കാക്കട്ടെ. കൃത്യമായി നിസ്കാരം അവ്വല് വക്തിൽ നഷ്ടപ്പെടുത്തുന്ന പലരും അൽഹംദുലില്ലാഹ്, ചില ആളുകളൊക്കെ കൃത്യസമയത്ത് പള്ളിയിൽ പോയി ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരുപാട് നല്ല നല്ല ആളുകൾ ഓരോ നാടുകളുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നിസ്കാരം വളരെ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന മുത്തഖീങ്ങളായ ഖദ് അഫ്ലഹൽ മുഅ്മിനീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ചില മഹാരഥന്മാരൊക്കെ നിസ്കരിക്കുമ്പോൾ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് സുബ്ഹി ആയതുപോലും അവർക്ക് അറിഞ്ഞില്ല എന്ന്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു നന്മ ചെയ്താലും അള്ളാഹു കാണിക്കും, ഒരു തിന്മ മിസ്ഖാല ദർറത്തിൻ, ഒരു ചെറിയ ഖദർ, ഒരു ചെറിയ അളവ്, ഒരു ചെറിയ അളവ് പോലും നിസ്കരിച്ചാൽ അത് ഖദർ നാളെ പരലോകത്ത് കാണിക്കപ്പെടുമെന്നുള്ളതാണ്. നാം ചെയ്യുന്ന തിന്മകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നാം അനുഭവിക്കേണ്ടി വരും. ദുനിയാവിലല്ലെങ്കിൽ മരിച്ചതിൻ്റെ ശേഷം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സർവ്വ പാവങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ഖുശൂവോടുകൂടി നിസ്കരിക്കുന്ന മുത്തഖീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.